ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 കൊല്ലം മുമ്പ് നടന്ന ശസ്ത്രക്രിയക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ മറന്നുവെച്ച കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ ഉടൻ ഉണ്ടാകും. കൊച്ചി അമൃത ആശുപത്രിയിലാണ് പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ ഉണ്ടാകുക. 2021 ചികിത്സാ പിഴവിന് ഉത്തരവാദികളായ ഡോക്ടേഴ്സിനെതിരെ ആരോഗ്യവകുപ്പിൻ്റെ നടപടി ഇന്ന് വരാൻ സാധ്യതയുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഉഷയുടെ ഭർത്താവ് ജോസഫും മകൻ ഷിബിനും 24 ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ആൾ സംസാരിക്കുന്ന വേറെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ നോർമലാണോ? കോൺഷ്യസ് ആണ്? അതിൽ റൂമിലുണ്ട്, എന്നാലും ഇപ്പോൾ ആശുപത്രി ഓപ്പറേഷൻ ചെയ്ത് എടുക്കാതെ ഒരു കാര്യം നടക്കത്തില്ല. ഓപ്പറേഷൻ ആരും പറഞ്ഞിരുന്നോ ഇന്ന് തന്നെ ഉണ്ടാവുമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അതിനൊക്കെ സർജറി ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇന്ന് ഇവരെ ആരെണ്ടൊക്കെ വന്നിട്ട് നോക്കിയിട്ടേ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉള്ളൂ. ആശുപത്രിയുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചല്ലോ, ഗുരുതര വീഴ്ച. അതുണ്ട്. നമ്മൾ നിയമ നടപടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? അതുകൊണ്ടുണ്ട്, പോലീസുകാരൊക്കെ വരും എന്ന് പറഞ്ഞു. ഇല്ല, അത് ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ ഓർക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അവർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട്. മൂത്രത്തിക്കല്ലിൻ്റെ ഒരു ബേസിക്കൽ പോയിട്ട് അത് കാണിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. പൈസ ഇല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഉണ്ടായിരത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയി. ഇനി അങ്ങോട്ട് പോകാൻ അമ്മയ്ക്ക് ഭയങ്കര പേടി. അതാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. ചികിത്സാ പിഴവിൽ രേഖകൾ പരിശോധിച്ച് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരും. അതുപോലെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിന്ന് അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട്. ആദ്യം അമൃത ആശുപത്രിയിലേക്ക്. വിഷ്ണു, ഗുഡ് മോർണിംഗ് മൈ ആർമി. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. വിഷ്ണു, എന്തൊക്കെയാണ് ഇപ്പോൾ അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉടൻ ആരംഭിക്കുമെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെ തന്നെ CT സ്കാൻ എടുത്തിട്ടുണ്ട്. ഈ കത്രികയുടെ ഒരു പൊസിഷൻ എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതിനുശേഷം വിദഗ്ധ സമിതി ഇന്ന് യോഗം ചേരും. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയയിലേക്ക് പോകുക. പരമാവധി ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തും എന്നുള്ളതാണ് ഉഷയുടെ മകൻ ഷിബിൻ പ്രതികരിച്ചത്. അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ച എല്ലാ കോണിൽ നിന്നും സംഭവിച്ചൊരു കേസാണ്. 2021 ഒരു മുഴ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നത്. അതിനുശേഷം അവിടുത്തെ ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറാണ് ഉഷയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത്. അവരെ വീട്ടിൽ പോയി കണ്ട് പണം നൽകി പിന്നീടാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്. അതിനുശേഷം ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം അവരെ 2-3 വട്ടം കാണുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ വേദന അനുഭവപ്പെട്ടു. അതിനുശേഷം പുറത്തെ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് മൂത്രത്തിക്കല്ലിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അതിന് പ്രകാരം, അതായത് മൂത്രത്തിക്കല്ലുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്റേ എടുത്തപ്പോഴാണ് ഈ വയറിനകത്ത് ഈ കത്രികയുടെ ഒരു അംശം അല്ലെങ്കിൽ കത്രിക കിടക്കുന്നത് കണ്ടത്. ഞെട്ടിപ്പോയ അക്ഷരാർത്ഥത്തിൽ ഈ കുടുംബം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിലേക്ക് അവർ മാറി. അതിനുശേഷം അവർ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. അവിടുത്തെ ഡോക്ടർമാരോട് ഇക്കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത് നിങ്ങൾ പോയിട്ട് തിങ്കളാഴ്ച വരൂ എന്ന വിചിത്രവാദമാണ് അവർ ഉന്നയിച്ചത്. ഇത്ര അടിയന്തര സ്വഭാവമുള്ള ഒരു കേസ് അത് മടക്കി വീട്ടിലേക്ക് വിട്ടിരിക്കുന്നു. അങ്ങേറ്റം ഗുരുതരമായ വീഴ്ച വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം പോലീസിൽ പരാതി നൽകും. ഇന്ന് തന്നെ അമൃത ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനിലുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും പരാതി നൽകുക. അതിനുശേഷം അത് ഇവിടെ നിന്ന് പുന്നപ്പുറയിലേക്ക് ഫോർവേഡ് ചെയ്യും. അവിടെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം കൂടുതൽ പ്രവർത്തകർ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഉഷയെ ഇന്നലെ രാത്രി തന്നെ അടിയന്തരമായി ഇങ്ങോട്ടേക്ക് അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഉഷ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കില്ല, എൻ്റെ ജീവന് അത്രയധികം ഭയമുണ്ട്, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനാകുമോ എന്നൊരു പ്രതീക്ഷ പോലും തനിക്കില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്കില്ല എന്ന നിലപാട് കുടുംബം സ്വീകരിക്കുന്നുണ്ട്. ഇവരുടെ ചികിത്സ അടക്കം KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഗുരുതരമായ വീഴ്ച എല്ലാ കോണുകളിലും സംഭവിച്ചിട്ടുണ്ട്. അതിലിനി നടപടി വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ശസ്ത്രക്രിയ ഇന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്. ഇനി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേർന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, അവിടെ നിന്നുള്ള വിവരം എന്താണ്? കാര്യം 5 കൊല്ലമായി ഒരു സ്ത്രീ ഇത്രയും ദുരിതം താങ്ങി നാട്ടിൽ ജീവിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നു. മാത്രമല്ല ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിധി എഴുതാനും കഴിയുന്നില്ല. പറയൂ. അക്ഷരാർത്ഥത്തിൽ കേരളം തന്നെ ഞെട്ടിയ വാർത്തയാണ് ഇന്നലെ രാത്രി 24-ലൂടെ നമ്മൾ പുറത്തുവിടുന്നത്. അത് ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക വെച്ച് ഡോക്ടേഴ്സ് മറന്നു എന്നുള്ള വാർത്തയായിരുന്നു. അത് 2021 മെയ് 5-നാണ്
കഠിനമായ വയറുവേദനയുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ലളിതാംബികയുടെ അടുത്തേക്ക് ഉഷ ജോസഫ് എത്തുന്നത്. അതിനുശേഷം ഇവർ പല പരിശോധനകൾക്കും വിധേയമാക്കിയിരുന്നു. പിന്നീട് മെയ് മാസം 10-ാം തീയതിയാണ് ഈ ശസ്ത്രക്രിയ വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ലളിതാംബിക തന്നെ എത്തുന്നത്. അങ്ങനെ അവിടുത്തെ ഗൈനക്കോളജി വിഭാഗത്തിന്റെ മേധാവിയായ ലളിതാംബികയുടെ നിർദ്ദേശപ്രകാരമാണ് 10-ാം തീയതി 2021 മെയ് മാസം 10-ാം തീയതി ഉഷ ജോസഫിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. പിന്നീട് ശസ്ത്രക്രിയ പൂർത്തിയായി ഏറെ നാളുകൾക്ക് ശേഷം കഠിനമായ വയറുവേദന ഇവർക്ക് അനുഭവപ്പെടുന്നു. പിന്നെ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ നടത്തിയെങ്കിലും അത് ഇതിന്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്, പാർശ്വഫലങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും വേദന കലശലായതോടെ സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയിരുന്നു. അന്നൊക്കെ സ്വാഭാവികമായും മൂത്രത്തിൽ കല്ല്, അതുമായി ബന്ധപ്പെട്ട യൂറോളജി ആയി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് എന്നുള്ളതായിരുന്നു പലരും അന്ന് വിധി എഴുതിയിരുന്നത്. ആരും ഈ കത്രിക വയറ്റിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം, അതായത് 18-ാം തീയതി ഈ മൂത്രത്തിൽ നിന്ന് തുടർച്ചയായി രക്തം വരുന്നു എന്നുള്ള ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് യൂറോളജി വിഭാഗം വിദഗ്ധനായ ആലപ്പുഴയിലെ തന്നെ ഡോക്ടർ നാസർ എന്ന ഡോക്ടറിന്റെ അരികിലേക്ക് ഉഷ എത്തുന്നത്. ഈ നാസർ പണ്ട് ഡോക്ടർ ലളിതാംബികയ്ക്കൊപ്പം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇരുവരും ഇപ്പോൾ അവിടെ നിന്ന് വിരമിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുമാണ്. എന്തായാലും ഈ നാസറിന്റെ പരിശോധനയിൽ അത് യൂറോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, മൂത്രത്തിൽ കല്ലടക്കമുള്ള പ്രശ്നങ്ങളല്ല എന്ന ഒരു സംശയം തോന്നുകയും അങ്ങനെയാണ് ഒരു എക്സ്റേക്ക് വേണ്ടി ലളിതാംബികയ്ക്ക് എഴുതി നൽകുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം തന്നെയുള്ള സ്വകാര്യ എക്സ്റേ സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കത്രിക, അതായത് മെഡിക്കൽ ടൈമിൽ പറഞ്ഞാൽ ഫോർസെപ്സ് എന്ന മെഡിക്കൽ ഉപകരണം ഈ വയറ്റിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത്. എന്തായാലും അതിനുശേഷം ഈ ഡോക്ടർ നാസർ തന്നെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉഷ ജോസഫിനെ പറഞ്ഞു വിടുന്നതും ഡോക്ടർമാരെ കാണണമെന്ന് പറയുന്നതും. അവിടെ നിന്ന് അവർ പറഞ്ഞത് മറ്റാരോടും ഇത് പറയരുത് എന്നുള്ള ഒരു ഉപാധിയാണ് ഈ ഉഷ ജോസഫിനും കുടുംബത്തിന് മുന്നിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 ഡോക്ടർമാർ വെച്ചത് എന്ന് ഇന്നലെ അവരുടെ കുടുംബം പ്രതികരിക്കുന്നുണ്ട്. അതീവ ഗുരുതരമായ സംഭവമാണ്. ആ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് മറച്ചുവെക്കാൻ ആശുപത്രി അധികൃതർ തന്നെ മുൻകൈയെടുത്തു എന്നുള്ളതും അതീവ ഗുരുതര സംഭവമാണ്. എന്തായാലും ആരോഗ്യമന്ത്രി ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാറിനോട് എത്രയും വേഗം ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദമായ റിപ്പോർട്ട്, സമഗ്രമായ റിപ്പോർട്ട് ഇന്നു തന്നെ നൽകണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് 12 മണിയോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട സമഗ്ര റിപ്പോർട്ട്, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ, ഒപ്പം ഉഷയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കിയ ഡോക്ടർമാരുടെ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഏതൊക്കെ ഡോക്ടർമാർ ഉഷയ്ക്ക് തുടർ ചികിത്സ നൽകി എന്നടക്കമുള്ള സമഗ്ര വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ആരോഗ്യമന്ത്രിക്ക് നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുന്ന ജോലികൾ ഇതിനോടകം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വരേണ്ടത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രതികരണമാണ്. അവരെന്തു പറയുന്നു, മെഡിക്കൽ സൂപ്രണ്ട് എന്തു പറയുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രതികരണം ആരോഗ്യമന്ത്രി പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുക. ഒപ്പം പ്രധാനപ്പെട്ട 2 ആളുകൾ, ഒന്നാം ഡോക്ടർ ലളിതാംബിക, മറ്റൊന്ന് ഡോക്ടർ നാസർ, ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സ നേടിയിരുന്ന, ഇപ്പോൾ സ്വകാര്യമായി പ്രാക്ടീസ് നടത്തുന്നവരാണ്. അവരുടെ പ്രതികരണം കൂടി ഇതിൽ നിർണായകമാണ്. അതും അധികം വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് അധികം വൈകാതെ ഉഷയുടെ ശസ്ത്രക്രിയ എറണാകുളം അമൃത ആശുപത്രിയിൽ ആരംഭിക്കുകയും ചെയ്യും. എസ് കെ. ഓക്കെ, ഒരു കാര്യം കൂടി, അശ്വിനാണല്ലോ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. എങ്ങനെയാണ് ഈ വാർത്ത അശ്വിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്? കാരണം 5 കൊല്ലമായി ഈ സ്ത്രീ ദുരിതം പേരി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് മറ്റു പല കാര്യങ്ങൾക്കും ചികിത്സ നടത്തി. എന്നാൽ അപ്പോഴൊന്നും ഈ കത്രിക അവരുടെ ഉള്ളിലുണ്ട് എന്ന് ആർക്കും മനസ്സിലായില്ല. അവസാനം ഇങ്ങനെ ഒരു എക്സ്റേയിലൂടെയാണ് ഈ സംഭവം വെളിയിൽ വന്നത്. എങ്ങനെയായിരുന്നു അശ്വിൻ പാലാഴിക്ക് ഈ വാർത്ത ലഭിച്ചത്? ഇന്നലെ ഒരു 7:30 കൂടിയാണ് അമ്പലപ്പുഴയിൽ ഒരു പൊതുപ്രവർത്തനം, അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ തോബിയാസ് നമ്മളെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായും നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന വാർത്തയാണ്. ആദ്യം ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 5 വർഷമായി ഒരു മെഡിക്കൽ ഉപകരണം, പ്രത്യേകിച്ച് ഒരു കത്രികയുമായ ഒരു വീട്ടമ്മ കഴിയുന്നു, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു. വിശ്വസനീയമായിരുന്ന ഒരു വിവരമായിരുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ അവരുടെ വീട്ടിലേക്ക്, പുന്നപ്പറയിലെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന ഒരു എക്സ്റേ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കാണാം ഒരു കത്രിക ഇവരുടെ വയറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു എക്സ്റേ നമുക്ക് അതിവ്യക്തമായി കാണാവുന്നതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരു എക്സ്റേ തന്നെയായിരുന്നു. പിന്നീട് ഇവരുമായി വിശദമായി സംസാരിക്കുമ്പോഴാണ് ഈ ആശുപത്രിയിൽ നിന്ന് എത്രത്തോളം ഗുരുതരമായ പിഴവാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവരുടെ
കഠിനമായ ജോലികളൊന്നും ചെയ്യരുതെന്നൊക്കെയായിരുന്നു പിന്നീട് പറഞ്ഞിരുന്നത്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലും ഈ കത്രിക എവിടെ പോയി എന്ന് സ്വാഭാവികമായി ഒരു ഓപ്പറേഷന് ശേഷം അവരുടെ ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളത് പരിശോധനയൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ 5 വർഷങ്ങൾക്ക് ശേഷവും ഇതൊന്നും അന്ന് ഉപയോഗിച്ച കത്രിക എവിടെ പോയി എന്ന് ഡോക്ടർമാർ തിരഞ്ഞില്ല എന്നുള്ളതൊക്കെ നമ്മളെ അതിശയപ്പെടുത്തുന്നതാണ്. പിന്നീട് വീണ്ടും കഠിനമായ വേദനയുമായി ഉഷ ഇതേ ആശുപത്രിയിൽ തന്നെ ചെല്ലുമ്പോഴും ഇങ്ങനെ ഒരു അബദ്ധം തങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അന്നത്തെ ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പുറത്തു വരേണ്ടതാണ്. എന്തായാലും ഉഷയുടെ നമ്മളോടിത് പറയുമ്പോൾ ഉഷയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കാരണം 5 വർഷം ഈ വേദന സഹിച്ചത് ഈ വയറ്റിൽ കത്രിക വെച്ചുകൊണ്ടാണ് എന്നുള്ളത് ഉഷ അറിയുന്നത് 18-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി മാത്രമാണ്. അപ്പോഴും ഇത് പുറത്തു പറയാൻ അവർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഡോക്ടർമാർ ഇത് പറയരുത് എന്നുള്ളതായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. നമുക്ക് ആരും അറിയാതെ ഇത് പുറത്തെടുത്ത് തരാം, തിങ്കളാഴ്ച നിങ്ങൾ ആശുപത്രിയിലേക്ക് വരൂ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്നലെ ഉഷയുടെ അവസ്ഥ കാണുമ്പോൾ സ്വാഭാവികമായി നമുക്കും വലിയ വേദനയുണ്ടായിരുന്നു. അവരുടെ കുടുംബം വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബമാണ്. ആ വേദനയും സഹിച്ച് വീട്ടുജോലികളൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും മറ്റു മാർഗങ്ങളില്ലാതെ അവർ ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇന്നലെ ഒരു രാത്രി കൊണ്ട് തന്നെ അതിൽ ഒരു പരിഹാരം കാണാൻ നമ്മുടെ വാർത്തയ്ക്കായി എന്നുള്ളതും സന്തോഷകരമാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ KC വേണുഗോപാൽ ഇടപെട്ട് അവരെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. നമ്മുടെ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ KC വേണുഗോപാൽ ഉഷയെ നേരിട്ട് ഫോണിൽ വിളിച്ച് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു അശ്വിൻ ബാലാഡി. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. മാത്രമല്ല കേരളം മുഴുവൻ ഞെട്ടിയ വാർത്തയുമായിട്ടാണ് അശ്വിൻ വന്നത്. ഒരുപക്ഷെ അതിൻ്റെ എല്ലാ വിവരങ്ങളും സമഗ്രമായ റിപ്പോർട്ട് തന്നെ അശ്വിന് നൽകാൻ കഴിഞ്ഞു. അത് നമുക്ക് 24-നും അശ്വിനും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തായാലും 5 കൊല്ലമായി ഒരു ലേഡി ദുരിതം പേറി ജീവിക്കുകയായിരുന്നു ഈ നാട്ടിൽ. പ്രത്യേകിച്ച് ഈ ചികിത്സാ പിഴവെന്ന് പറയുന്നത് ഒരു അപൂർവ സംഭവമല്ല ഇന്ന് വരുന്നത്. ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടിന് അഭിമാനമല്ല എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.